ഷൊർണൂർ അണ്ണാഞ്ചേരി പറമ്പിൽ ശക്തമായ കാറ്റിലും മഴയിലും വീടിന് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. രാവിലെ 9:30യോടെയാണ് സംഭവം. വീടിനും പുറത്തെ ശുചിമുറിക്കും കേടുപാടുകൾ സംഭവിച്ചു. 33-ാം വാർഡിലെ അണ്ണാഞ്ചേരി പറമ്പ് വീട്ടിൽ മണികണ്ഠന്റെ വീട്ടിലേക്കാണ് രാവിലെ ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണത്. വീടിനും ശുചിമുറിക്കും കേടുപാടുകൾ സംഭവിച്ചു. ഈ സമയത്ത് വീടിനുള്ളിലുണ്ടായിരുന്നവർ വലിയ ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ വൻ ദുരന്തമൊഴിവായി. ഇവരുടെ വീട്ടുപരിധിയിൽ നിൽക്കുന്ന ഒരു തേക്കും 2 തെങ്ങുമാണ് നിലംപൊത്തിയത്. മണികണ്ഠന്റെ അതിർത്തിയിൽ നിൽക്കുന്ന മരങ്ങളാണെങ്കിലും ഇവരുടെ വീടിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തി മരം വെട്ടിമാറ്റാൻ സമ്മതിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള സമ്മതം കാണിച്ചുള്ള രേഖകൾ വർഷങ്ങൾക്ക് മുമ്പ് താലൂക്കിൽ നിന്ന് മണികണ്ഠന്റെ കുടുംബത്തിന് ലഭിച്ചതാണ്. ഇനിയും വീടിനോട് ചേർന്ന് വൻ മരങ്ങൾ നിൽക്കുന്നുണ്ടെന്നും അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാൻ അധികാരികൾ അനുമതി നൽകണമെന്നും മണികണ്ഠൻ ആവശ്യപ്പെട്ടു. വീട്ടിലത്തെ മരങ്ങളാണ് കാറ്റും മഴയൊക്കെ ഇങ്ങനെ വീഴുന്നതും പറഞ്ഞിട്ട് കൂടി വെട്ടാൻ സമ്മതിക്കുന്നില്ല. ആധാർ അളന്നിട്ട് കൂടി അവർ സമ്മതിക്കുന്നില്ല. ഇവിടെ എൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യയും കുട്ടിയുണ്ട്, ചെറിയ കുട്ടി. ഞങ്ങളൊക്കെ സ്കൂൾ വിട്ട് ഞങ്ങൾ അന്യന്മാരുടെ കുട്ടികളും സ്കൂൾ പോയി, എൻ്റെ കുട്ടിയും സ്കൂൾ പോയി. ആ തിരക്കത്തിലാണ് വീഴുന്നത്. പുളിമുറയുടെ അടുത്തും വീടിൻ്റെ ഭാഗത്ത് കാറ്റ് മഴയത്ത് ഇങ്ങനെ വരുമ്പോൾ വെട്ടാൻ താഴെയുള്ള വീട്ടുകാർ സമ്മതിക്കണമെന്നില്ല. ഇനി 3 മരം കൂടി ഇന്നും വീഴാനുള്ളതാണ്. എന്ത് അളന്നാലും അവർ സമ്മതിക്കുന്നില്ല. അവർ അളന്നിട്ട് അവർ എടുത്തോളം പറഞ്ഞാൽ അവർ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ അളന്നെടുക്കാൻ ഞങ്ങൾക്ക് എടുക്കാൻ പറഞ്ഞാൽ അവരപ്പോഴും സമ്മതിക്കുന്നില്ല. അതെന്തെങ്കിലും ഒന്ന് തീരുമാനം ഉണ്ടാക്കി തരാം. ഇനി 3 മരങ്ങൾ വെട്ടാനാണ്. അതെങ്കിലും എന്തെങ്കിലും ചെയ്യുക. ഇനിയിപ്പോൾ ഈ മരങ്ങൾ എന്ത് വെട്ടാൻ അവർ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ വീട്ടിൽ കിടക്കുന്ന ഞങ്ങൾക്ക് വീടിൻ്റെ ഉള്ളിൽ കാരണം അവർ എടുക്കാൻ സമ്മതിക്കുന്നില്ല. കണ്ണനാണ് മെയിൻ. അല്ലെങ്കിൽ കണ്ണൻ അവൻ വീട് അളക്കാൻ തന്നെ സമ്മതിക്കുന്നില്ല, വീടിൻ്റെ വളത്തിലൊക്കെ. അപ്പോൾ ഞങ്ങൾ വില്ലേജിൽ നിന്ന് അവർ ആദ്യം നല്ല കടലാസ് വന്നു, ഈ കൊമ്പൊക്കെ വെട്ടിയെടുക്കാൻ തന്നതാണ്. പക്ഷെ അപ്പം അവർ വെട്ടാൻ പറ്റില്ല പറഞ്ഞത് തടുത്തു. വെയിലും കൊമ്പൊക്കെ കെട്ടിയാണ്, കോടതിയിൽ നിന്ന് അളവും ഇതൊക്കെ വന്നതാണ്. അതൊക്കെ പൊളിച്ചിട്ടു. JCB വന്നിട്ട് ആ അരിക്കൂടൊക്കെ മാന്തി എടുത്തതാണ്. അവർ സമ്മതിക്കുന്നില്ല. എന്നാൽ അളന്നിട്ട് കെട്ടിക്കൊള്ളാൻ പറഞ്ഞു, അതും കേട്ടുന്നില്ല. അപ്പോൾ അതാ ഒരു 3 എണ്ണമാണ്, ആ 3 എണ്ണം വെട്ടാനും സമ്മതിക്കില്ല. മണികണ്ഠന്റെ ഭാര്യയും മണികണ്ഠന്റെ അനിയന്റെ ഭാര്യയും കുട്ടിയുമാണ് വീടിനുള്ളിൽ ഉണ്ടായിരുന്നത്. വലിയ ശബ്ദം കേട്ട് ഇവർ പുറത്തേക്കിറങ്ങി ഓടുകയായിരുന്നു. വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. ശുചിമുറി തകർന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.